രണ്ട് വാക്ക് ഒരു മിനിറ്റ് ഞാൻ ഈ നായിൻ്റെ മോളെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് മാത്രം ഞാൻ പൊയ്ക്കോളാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലിരിക്കുന്ന അമ്മ പെങ്ങന്മാർ നിങ്ങളുടെ അടുത്താണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞില്ല. ഈ പുള്ളിക്കാരനെ ആലോചിച്ച് സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. എൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മ പെങ്ങന്മാരുടെ അടുത്താണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇതേ കണക്കുള്ള മോളുമാർ ഇത് കേൾക്കണ്ട, വിട്ട് കളഞ്ഞോ. റീച്ചിന് വേണ്ടി ഊമ്പാൻ വേണ്ടി ബസ്സിലും ട്രെയിനിലും കയറുന്നവർ ഇത് കേൾക്കണ്ട, വിട്ട് കളഞ്ഞോ. ബാക്കിയുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയണത്. നിങ്ങൾക്കൊരു പ്രശ്നം ഇപ്പോൾ ട്രെയിനിലോ ബസ്സിലോ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബസ്സിൽ പോകണം, ഇത് ഞങ്ങൾക്കൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങൾ സംസാരിക്കുക, അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുക. ഇത് കേരളമാണ് മുത്തേ, ഇത് കേരളമാണ്. അപ്പോൾ ആ ബസ്സിൽ ഇരിക്കുന്ന ബാക്കി 10 ആണുങ്ങളെ ഉള്ളെന്നുണ്ടെങ്കിൽ ആ ബസ്സിരിക്കുന്ന മൊത്തം ആണുങ്ങളും അപ്പം നിങ്ങൾക്ക് സഹോദരമാവും. മനസ്സിലായി? നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലിരിക്കുന്ന ബാക്കി ആണുങ്ങൾ മൊത്തം ആ സമയം നിങ്ങൾക്ക് സഹോദരന്മാരെ അവർ നിങ്ങളെയൊക്കെ കാര്യം നോക്കും. മനസ്സിലായ? അല്ലാതെ ഇങ്ങനെ ഈ അപരാധിച്ച ഇവള് ചെയ്ത് കണക്ക് നാളെ നിങ്ങളും ചെയ്ത് ഒരാളുടെ ജീവിതം ഇല്ലാതാക്കല്. നിങ്ങൾക്ക് നിയമപരമായിട്ട് നേരിടാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ വണ്ടി അപ്പടി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്കുള്ള പരാതിയും കാര്യങ്ങളും കൊടുത്ത് നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഇതേ കണക്ക് വീഡിയോ എടുത്ത് റീച്ച് മുമ്പാൻ വേണ്ടി ഇട്ടിട്ട് ഇനി ഓരോ ആൾക്കാരെ ജീവിതം വെച്ച് കളയല്ലേ. എനിക്ക് അത്ര മാത്രമേ പറയാവുള്ളൂ. ഇതിൽ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇത് കേരളമാണ്, ഇത് ബീഹാറോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളൊന്നും അല്ല, ഇത് കേരളമാണ് മുത്തേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ ബസ്സിൽ നിങ്ങൾക്കൊരു അവസ്ഥ നേരിട്ടെന്ന് നിങ്ങൾ അടുത്തിരിക്കുന്ന സഹയാത്രികനായിട്ടുള്ള ഒരാളടുത്ത് പറഞ്ഞ, ഒരു ആണിൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു കൊച്ചായാൽ പോലും, ഒരു സ്കൂളിൽ പഠിക്കുന്ന കൊച്ചായാൽ പോലും നിങ്ങൾ ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ കൊച്ച റിയാക്ട് ചെയ്യും. മനസ്സിലായ? അല്ലാതെ ഇത് നിങ്ങൾക്ക് റീച്ച് മുമ്പാൻ വേണ്ടി ഈ പിറപ്പൊന്നും കാണിക്കല്. എനിക്ക് അത്രേ പറയാവുള്ളൂ. നിങ്ങൾക്ക് സഹോദരൻ ഇല്ല, അങ്ങനെയുള്ള വിഷമമൊന്നും വേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ 100 സഹോദരന്മാർ പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടാവും. അതാണ് ഇവിടെ. മനസ്സിലായ? അല്ലാതെ ഇവള് കാണിച്ച കണക്ക് ഇവളെയൊക്കെ കൊല്ലണോടാ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവളെയൊക്കെ കൊല്ലണം. അല്ലാതെ ഇവക്കൊന്നും ഒരിക്കലും മാപ്പ് കൊടുക്കുക, ജാമ്യം കൊടുക്കുക, ഇവളൊന്നും വെറുതെ ഇവിടെ ഒന്നും ചെയ്യല്ലേ. ഇവളെയൊക്കെ സ്പോട്ടിൽ കൊല്ലണം. മനസ്സിലായ? അതിൻ്റെ വിഷമം അറിയിക്കുക. ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് ഒരുപാട് ആൾക്കാർ ഇത് റിയാക്ട് ചെയ്ത് ഞാൻ കണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് കൂടുതലൊന്നും പറയല്ല. അത്രേ ഉള്ളൂ. ഇതെന്താ സംഭവം? എന്താ നോക്കാം. ലൈവ് കഴിഞ്ഞിട്ട് എന്തായാലും നോക്കാം. ഫ്രീക്കം പോയി നോക്കാം. പിന്നെ ഉസ്മാനെ പൊതുവെ ഒരു വർത്താനമുണ്ട്. എന്ത് പറഞ്ഞാണ് ഉസ്മാനും എന്താ മറ്റേ വരുന്നിട്ട് ഇസ്മായിൽ അപ്പൊ തന്നെ മറ്റേത് കൂരിയോടെ നിൽക്കും. അപ്പൊ നമ്മൾ ഇച്ചിരി ഇതാക്കണം, ഒരു കുണ്ടന് സെറ്റ് ആക്കണം. അത് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇത് വേണ്ടത്. അതെ, കൊമ്പിയല്ലേ ഇത്. ഉസ്മാൻ കുണ്ടനൊന്നും ഉണ്ടായി. ഉസ്മാൻ ഒരു പാവം ചെറുക്കനാണ്. മനസ്സിലായ? ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ. അവർ നല്ലൊരു ബ്രോയാണ്ടോ.